2025 കേരളം വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ നാടുകളിലുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികളെല്ലാം വികസന സ്വപ്നങ്ങൾ ജനങ്ങൾക്ക് പങ്കുവെക്കും. ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വാഗ്ദാനം ചെയ്യപ്പെടും. 2015 മുതൽ 20 വരെ കോട്ടയം ജില്ലയിലെ രാമപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറായ എനിക്കുണ്ടായ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളീ പറയപ്പെടുന്ന വികസന സ്വപ്നങ്ങളൊന്നും തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ പരിമിതമായ ഫണ്ട് കൊണ്ടൊന്നും നടക്കാറില്ല. ഗവൺമെൻറ് തരുന്ന പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും എല്ലാം വിവിധ വാർഡുകളിലേക്കായിട്ട് വീതം വെച്ച് കഴിയുമ്പോൾ ഒരു വാർഡിൽ കിട്ടുന്ന വളരെ പരിമിതമായ ഫണ്ടാണ്. ഈ 5 വർഷക്കാലം കൊണ്ട് ഈ പരിമിതമായ ഫണ്ട് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളുടെ 50% പോലും നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് ഒരിക്കലും അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുകയില്ല. 2015 ഞാൻ മെമ്പറായിരിക്കുന്ന രാമപുരം ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ വാർഡിൽ വലിയ സങ്കീർണമായ ഒരു കുടിവെള്ള പ്രശ്നം നിലനിന്നിരുന്ന ഒരു വാർഡാണ്. അതായത് 1996 സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് രാമപുരം ഗ്രാമപഞ്ചായത്ത് മുക്കാനെല്ലി കുടിവെള്ള പദ്ധതി എന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും അനേക വർഷങ്ങളായി 1996 മുതൽ വിവിധ ഘട്ടങ്ങളായി ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ട് ആ പദ്ധതി വിജയത്തിലെത്തിയില്ല. ജനങ്ങളാകെ കഷ്ടത്തിലായ കുടിവെള്ളത്തിന് വേണ്ടി അതീവ ദുരിതമനുഭവിക്കുന്ന പ്രത്യേകമായൊരു മലമ്പ്രദേശവും കൂടിയാണ് ഈ വാർഡിൻ്റെ ഈ ഭൂരിഭാഗം മേഖലകളിലും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ചെയ്തത് എങ്ങനെയാണ് ഈ പദ്ധതി ഒന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഫലമായി നമുക്ക് സാധ്യമാകുന്ന MLA ഫണ്ട്, MP ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, ഈ പദ്ധതികളെല്ലാം ഒരു പ്രദേശത്തെ വലിയൊരു പ്രോജക്റ്റിന് വേണ്ടി വലിയ പദ്ധതികളൊന്നും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ പദ്ധതികളൊന്നും വിനിയോഗിക്കായി സാധാരണഗതിയിൽ ചെയ്യാറില്ല. എല്ലാ ജനപ്രതിനിധികളും അവരവരുടെ മേഖലകളിൽ അവരവരുടെ പ്രദേശങ്ങളിലേക്ക് പരിമിതമായ ഫണ്ടുകളൊക്കെയാണ് വിതരണം ചെയ്യപ്പെടുന്നത്. ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഡ്രോട്ട് ഫണ്ടുകൾ, അതായത് വരൾച്ച ദുരിതാശ്വാസ ഫണ്ടുകൾ സംസ്ഥാനത്തിന് ഓരോ വരൾച്ച കാലഘട്ടങ്ങളിലും വിതരണം ചെയ്യപ്പെടുകയും അത് ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലേക്ക് അത് വീതം വെക്കുകയും അപ്പോൾ കോട്ടയം ജില്ലയ്ക്ക് കിട്ടപ്പെടുന്ന ഈ വരൾച്ച ദുരിതാശ്വാസ ഫണ്ട് എങ്ങനെയാണ് നമ്മുടെ പ്രദേശത്തെ ഒരു പ്രോജക്റ്റിന് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കുക എന്നതിനെ പറ്റിയുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി സാറിനെ സമീപിക്കുകയും അദ്ദേഹം വേഗം ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയത്തിന് ലെറ്റർ തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർഷത്തെ പ്രോജക്റ്റിൻ്റെ വരൾച്ചാ ദുരിതാശ്വാസ ഫണ്ട് ഡ്രോട്ട് ഫണ്ട് വന്നപ്പോൾ ഈ പ്രോജക്റ്റ് നമ്മളുടെ മുക്കാനെല്ലി കുടിവെള്ള പദ്ധതി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന മാണി സാർ 2015 മാർച്ച് മാസം 22 ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. പൊതു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടിയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിച്ച ഒരു കുഴൽക്കിണർ പദ്ധതികളിൽ നിന്നും പബ്ലിക്കിലേക്ക് ഒരു പ്രോജക്റ്റായിട്ട് ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടി പൊതുവായി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ആദ്യത്തെ പ്രൊജക്റ്റാണ്. അതിനു മുമ്പ് ഇതുണ്ടായിട്ടുള്ളത് മുൻ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹം പോലീസ് ട്രെയിനിങ് കോളേജ് പാലക്കാട് ട്രെയിനിങ് ക്യാമ്പ് കോളേജാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഇങ്ങനെ ഒരു കുഴൽക്കിണർ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ പ്രദേശത്തുള്ള ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി വലിയ ദുരിതം അനുഭവിക്കുന്നത് കണ്ട് അവിടുത്തെ സഹപ്രവർത്തകരുടെ പോലും എതിർപ്പിനെ അവഗണിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ടാപ്പ് മതിലിന് വെളിയിലേക്ക് വെച്ചു കൊടുത്തു. അതാണ് ഒരു രണ്ടാമത്തെ, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രണ്ടാമത്തെ പബ്ലിക് പ്രോപ്പർട്ടിയിൽ നിന്ന് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് സ്ഥലത്ത് നിന്ന് കേന്ദ്ര ഗവൺമെൻറ് നിർമ്മിച്ച ഒരു സംരംഭത്തിൽ നിന്ന് ഒരു പ്രോജക്റ്റ്, ആദ്യമായി ഒരു പ്രോജക്റ്റ് വന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിലെ കൊണ്ടാട് വാർഡിലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നമുക്ക് ഗവൺമെൻറ് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആദ്യമായി അതിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം നമ്മുടെ ജനങ്ങൾക്ക് തോന്നിയത് ഒന്ന് അത് വലിയ ഈൽഡുള്ളതാണ്. വാസ്തവം പറഞ്ഞെന്നാൽ അത് പഞ്ചായത്തിൽ മുഴുവനായും വേണമെങ്കിൽ ജലവിതരണം നടത്താൻ മാത്രം സംഭരണ ശേഷിയുള്ള ഈൽഡുള്ള കുഴൽക്കിണറാണ് ഈ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം
ഒട്ടനവധിയായ ആളുകളുടെ സഹായമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ പ്രോജക്റ്റ് കൊണ്ടുവന്ന് ഇത് നടപ്പാക്കുക മാത്രം മതി. കുടിവെള്ളം പോലുള്ള പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ നല്ല നേതൃത്വ പാടവം ഇതിനുണ്ടാവണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വൈതരണികൾ, വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ നാടുകെട്ടിലുള്ള സന്നദ്ധരായിട്ടുള്ള ഒട്ടനവധി ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ഉപഭോക്തൃ സമിതി ഉണ്ടാക്കി, അതിൻ്റെ ഒരു പ്രസിഡന്റ് MD അഗസ്റ്റിൻ എന്ന് പറഞ്ഞ പ്രസിഡന്റ്, സെക്രട്ടറി ഗോവന്, ഇങ്ങനെയുള്ള സാബു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് അവരിത് മുമ്പോട്ട് കൊണ്ടുപോയത്. ഏതെങ്കിലും നമുക്ക് അറിയാം ഒട്ടനവധി പദ്ധതികളുണ്ട്. പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടത്, ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പോലും ആകുന്നതിന് മുമ്പെല്ലാം ഇതെല്ലാം നശിച്ചു പോകുന്ന പദ്ധതികളുണ്ട്. പക്ഷെ നാട്ടിലുള്ള ആളുകളും കൂടി അല്ലെങ്കിൽ ഗുണഭോക്താക്കളും കൂടി ജാഗരൂകരായി ഇരുന്ന് എങ്കിൽ മാത്രമേ നല്ലൊരു ടീം ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ മാത്രമേ ഈ പദ്ധതികളെല്ലാം നമ്മൾ വിജയിക്കുകയുള്ളൂ. ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ മെമ്പർ ഉണ്ടാകണം. അവരുടെ മനോഭാവം ഒരു സാമൂഹ്യ സേവന മനോഭാവത്തിലേക്കൊക്കെ എത്തിക്കണം. എല്ലാ ജനങ്ങളെയും ചേർത്ത് നിർത്തി ഒരു ജനപ്രതിനിധി കൊണ്ടുപോകാനുള്ള ഒരു സന്മനോഭാവം കൂടി കാണിക്കണം. അതിന് ശേഷം ഞങ്ങൾ കൊണ്ടുവന്ന രണ്ടാമത്തെ വലിയ പദ്ധതിയാണ് 1.25 കോടി രൂപയുടെ PMG പദ്ധതിപ്പെടുത്തി ജോസ് കെ മാണി MP വഴി നിരന്തരമായി നടന്ന് PMG പദ്ധതിയിൽപ്പെടുത്തി 1.25 കോടി രൂപ മുടക്കിയ മുക്കാന്നില് വല്യമരുത് റോഡ്. അത് വലിയ ആ നാടിൻ്റെ മുഖച്ഛായ തന്നെ അത് മാറ്റിക്കളഞ്ഞു. നമ്മുടെ നാടുകളിലെല്ലാം ഞാനിപ്പോൾ രണ്ടാമത് മത്സരിക്കുന്ന സമയത്ത് എല്ലാവരോടും പറയാറുണ്ട്, എല്ലാ വീടുകളിലും വാഹനങ്ങൾ, ഒരു ബൈക്കെങ്കിലും ഇല്ലാത്ത വാഹനങ്ങളില്ല, എല്ലാ വീടുകളിലും ആയിക്കഴിഞ്ഞു. പക്ഷേ നമ്മുടെ റോഡുകളെല്ലാം 2.80 മീറ്റർ, മാക്സിമം 3 മീറ്റർ, ഇത്രയൊക്കെയുള്ള വീതികളുള്ള റോഡുകളേ ഉള്ളൂ. ഈ റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കി വേണമെങ്കിൽ മിനിമം ഒരു 6 മീറ്റർ വീതിയിലെങ്കിലും ഈ റോഡുകളെല്ലാം വികസിക്കണം. ആധുനിക സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ നമ്മളുടെ ജീവിത രീതികളെല്ലാം മാറി. അതിനനുസരിച്ച് നമ്മളുടെ അടിസ്ഥാന പശ്ചാത്തല വികസനവും കൂടി മാറേണ്ടതുണ്ട്. അപ്പം അതിന് ജനങ്ങൾ സഹകരിക്കണം. ഈ 6 മീറ്റർ വീതികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ PMG പദ്ധതിയിൽപ്പെടുത്തി പോലും റോഡുകൾക്ക് ഫണ്ടുകൾ കിട്ടുകയുള്ളൂ. 3 മീറ്ററുള്ള ചെറിയ പഞ്ചായത്ത് റോഡുകൾക്കൊന്നും ഇന്ന് ഫണ്ടുകൾ കിട്ടുകയില്ല. ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാമീണ റോഡ് വികസന ഫണ്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി കിടക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് വിനിയോഗിക്കപ്പെടാൻ പറ്റാതെ വരുന്നത് ഈ 6 മീറ്റർ വീതിയുള്ള റോഡുകൾ വളരെ പരിമിതമാണ് ഒരു വാർഡിൽ. അപ്പോൾ ഇപ്പം മത്സരിക്കുന്ന ജനപ്രതിനിധികൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നമ്മൾക്ക് ഈ പഞ്ചായത്തിൻ്റെ ഫണ്ടല്ലാതെ ഇത്തരം കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ ഫണ്ടുകൾ കൊണ്ടുവരുന്നതിന് അതിൻ്റേതായ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നതിന് വേണ്ടി തങ്ങളുടെ വോട്ടർമാരെയും കൂടി ഇതിനോട് സഹകരിപ്പിക്കുകയും സജ്ജരാക്കുകയും, അതൊക്കെ വലിയ വെല്ലുവിളികളാണ്. ഇത്തരം വലിയ വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ പൊതുപ്രവർത്തന രംഗത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം റോഡുകളൊക്കെ വരുന്നതോടുകൂടിയാണ് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരു സാധാരണ ജനപ്രതിനിധിയുടെ ജനപ്രതിനിധി മുൻപന്തിയിൽ നിന്നുകൊണ്ട് നന്നായി പ്രവർത്തിച്ചാൽ നമ്മുടെ നാടിനെ വിവിധ ഫണ്ടുകൾ ലാപ്സാകാതെ നമ്മുടെ നാട്ടിൽ അത് വിനിയോഗിക്കാൻ സാധിക്കും. പക്ഷെ പ്രശ്നം അതല്ല, നമ്മൾക്ക് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴൽക്കിണർ നിർമ്മാണം, ആ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള സൈറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ടാങ്കുകൾ, വിതരണ പൈപ്പുകൾ, ഇങ്ങനെ വലിയൊരു പ്രോജക്റ്റാണിത്. അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ വിവിധ മേഖലകളിൽ താമസിക്കുന്ന ആളുകളുടെ 300 കുടുംബങ്ങളിൽ ഇത് എത്തേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു ഫണ്ട് വിനിയോഗം കൊണ്ട് ഇത് സാധ്യമാകില്ല. ഡ്രോട്ട് ഫണ്ട് വിനിയോഗിക്കാൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിനാകെ 20 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് മാത്രമേ അവർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് ജില്ലാ ഓഫീസറായിരുന്ന വിമൽ രാജുമായി ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ ആ പ്രോജക്റ്റിനെ വിവിധ ഘട്ടങ്ങളാക്കി. 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളാക്കി ഏറ്റവും ആദ്യം തേക്കുമലക്കുന്ന് എന്നൊരു പ്രദേശത്തേക്ക് ഒരു ചെറിയൊരു പ്രോജക്റ്റ് 2014 ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് കുഴൽക്കിണർ സ്ഥാപിച്ച് 20 കുടുംബങ്ങളെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി മാത്രമായി ഒരു ചെറിയ പ്രോജക്റ്റായി ആദ്യം ചെയ്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ. അത് വലിയ വിജയമായിരുന്നു. അതിനെ തുടർന്ന് 2-ാം ഘട്ടത്തിലേക്ക് 2013-ലാണ് 2-ാം ഘട്ട പ്രോജക്റ്റ് സമർപ്പിക്കുകയും 2-ാം ഘട്ട പ്രോജക്റ്റിന് അന്ന് വലിയ തിരക്ക് ഉള്ള സമയമായതുകൊണ്ട് ജില്ലാ ഓഫീസർ ഞങ്ങളെ അറിയിച്ചു, നിങ്ങൾ തന്നെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി നിങ്ങൾ ഒരു കുഴൽക്കിണർ നിർമ്മിക്കുകയാണെങ്കിൽ ടാങ്ക്, മോട്ടർ, സപ്ലൈ പൈപ്പുകൾ ഇതെല്ലാം ഞങ്ങൾ അടിയന്തരമായിട്ട് ഈ വർഷം തന്നെ സാധിച്ചു തരാം.
അതിനായിട്ട് ഒരു 25 കുടുംബങ്ങളെ ഞങ്ങളൊരു യൂണിറ്റായി ചെന്ന് അവരിൽ നിന്ന് സംഭാവനകളൊക്കെ സ്വീകരിച്ചിട്ട് തനിയെ ഒരു കുഴൽക്കിണർ നിർമ്മാണം ജലധാരയെ കൊണ്ട് നടത്തി നോക്കി. ഇത് സർവേ നടത്തുന്നതൊക്കെ അന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള അന്നത്തെ പ്രഗത്ഭരായ ആളുകളെയൊക്കെ കൊണ്ടാണ് ഞങ്ങൾ സർവേ നടത്തുന്നത്. പക്ഷേ ഞങ്ങൾ കുഴൽക്കിണർ നിർമ്മാണം അത് പരാജയപ്പെട്ടു, 2ാം ഘട്ടവും പരാജയപ്പെട്ടു, 3ാം ഘട്ടത്തിലൊരു പരാജയപ്പെട്ട് ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കുന്ന ഘട്ടത്തിൽ ആകെ നിരാശരായി ജനങ്ങളും ഈ കുടുംബങ്ങളും എല്ലാം. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ഭൂജല ഡിപ്പാർട്ട്മെൻറ്റ് ഈ വെള്ളത്തിൻ്റെ സോഴ്സുകൾ നിശ്ചയിക്കുന്നതിന് വേണ്ടി നമ്മളുടെ കൊണ്ടാട് ഗവൺമെൻറ് LP സ്കൂളിൽ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കുഴൽക്കിണർ നിർമ്മിച്ചു. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആ വർഷം അതിനെ സെലക്ട് ചെയ്യപ്പെട്ട് കേരളത്തിലെ കോട്ടയം ജില്ലയിലായിരുന്നു. അതായത് നമ്മുടെ ഭൂഗർഭ ജലത്തിൻ്റെ അളവ് പരിശോധിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അത് ചെയ്യുന്നത് ഗവൺമെൻറ് അധീനതയിലുള്ള ഭൂമിയിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. ഇപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന ഭൂമി, പോലീസ് സ്റ്റേഷനുകൾ, താലൂക്ക് ഓഫീസുകൾ, സിവിൽ സ്റ്റേഷനുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ, ഗവൺമെൻറ് കോളേജുകൾ, ഇങ്ങനെയുള്ള ഏരിയകളിലേ അവർ ചെയ്യുകയുള്ളൂ. അത് ഭാഗ്യവശാൽ ആ വർഷം കൊണ്ടാട് വാർഡിലെ കൊണ്ടാട് ഗവൺമെൻറ് LP സ്കൂളിലാണ് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു കുഴൽക്കിണർ നിർമ്മിക്കുന്നത്. അതിനകത്ത് നിന്ന് ഒരു മോട്ടോർ വെച്ച് സ്കൂളിലേക്ക് സ്കൂളിനും വേനൽക്കാലത്ത് ജനുവരി മാസം മുതൽ സ്കൂളിന് ജലം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അവർ നിരവധിയായ പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയും അതിൻ്റെ PTA പ്രസിഡന്റ് എന്നെ സമീപിക്കുകയും അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ലെറ്റർ അവർ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് കോട്ടയം ജില്ലയിലെ 3ാമത്തെ ഈൽഡുള്ള ഏറ്റവും വലിയ ജലസമൃദ്ധമായ ഒരു കുഴൽക്കിണറാണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഞാൻ വേഗം അതിൻ്റെ പേപ്പർ എടുത്തുകൊണ്ട് അതിൻ്റെ ജില്ലാ ഓഫീസറെ സമീപിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് കേന്ദ്ര ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ ചെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെ ഇപ്പോൾ പാലാ ബ്രില്യൻറ്റിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകനുണ്ട് രാജേഷ് ഭാസ്കരൻ, ഞങ്ങൾ രണ്ടും കൂടി ചേർന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ ചെല്ലുമ്പോഴാണ് അവിടെ അവർ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഏറ്റവും ഈൽഡുള്ള എല്ലാ കിണറുകളുടെയും ഫോട്ടോ എടുത്ത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. അവിടുത്തെ ഡയറക്ടറുമായി ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഇത് പബ്ലിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് യാതൊരു നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനെ പ്രസൻറ്റ് ചെയ്ത് ഈ ആവശ്യം ഉന്നയിച്ചൊരു ലെറ്റർ കിട്ടിയാൽ മതി. അപ്പം ഞങ്ങൾ ആ ലെറ്റർ സദേൺ റീജിയനായ മദ്രാസിലേക്ക് അയക്കും, അവിടെ നിന്ന് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിന് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാണിസാറിനെ സമീപിച്ചു. മാണിസാർ വഴി ഇത് ലെറ്ററുകൾ തയ്യാറാക്കി സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിൻ്റെ ജോസ് കെ മാണി MP വഴി അതിൻ്റെ സാങ്ഷൻ ഞങ്ങൾ സംഘടിപ്പിച്ച് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ വർഷത്തെ പ്രോജക്റ്റിൽ ഇത് ഉൾപ്പെടുത്തണമെങ്കിൽ വരൾച്ചാ ദുരിതാശ്വാസ ഫണ്ടാണ് ഇതിന് പ്രായോഗികമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ആ വർഷ പ്രോജക്റ്റിൽ 20 ലക്ഷം രൂപയുടെ 2014 പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി വലിയ വിപുലമായ പദ്ധതികളോടുകൂടിയാണ് ഇത് 2ാം ഘട്ട പ്രോജക്റ്റ് സാധ്യമായി. നൂറനാട് ഗവൺമെൻറ് LP സ്കൂൾ പദ്ധതി എന്ന പേര് 2ാം ഘട്ട പ്രോജക്റ്റ് 2015 അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി സാർ വന്ന് ഉദ്ഘാടനം ചെയ്യുകയും അത് വലിയ സക്സസ് ആയി മാറുകയും ചെയ്തു. 2015 ഇലക്ഷനിൽ ഞാൻ ജനപ്രതിനിധിയായപ്പോഴാണ് ബാക്കി വാർഡുകളിലെ വാർഡുകളിലെ ഏതാണ്ട് 300ഓളം വരുന്ന കുടുംബങ്ങളിലേക്ക് ഈ ഇതിൻ്റെ ജലലഭ്യത എത്തിച്ചേരണം. അപ്പോഴാണ് മനസ്സിലാകുന്നത് യാതൊരു തരത്തിലുമുള്ള ഫണ്ടുകൾ നമുക്ക് വിനിയോഗിക്കാൻ അപ്രാപ്യമാണ്. കാരണം ഏതാണ്ട് ഒരു 80 ലക്ഷം രൂപയോളം വരണം. അത്രയും വലിയൊരു പ്രോജക്റ്റ് സംസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് 80 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഒന്നും 10 വർഷം മുമ്പ് ഏറ്റെടുത്തൊന്നും നടത്തുകയില്ല ഒരു വർഷം. വീണ്ടും മുക്കാനെല്ലി കുടിവെള്ള പദ്ധതിയുടെ റെപ്രസെൻറ്റേഷന് വേണ്ടി പോകുകയും അവിടെ ഒരു 20 ലക്ഷം രൂപയുടെ വീണ്ടും ഒരു ഫണ്ട് കൂടി അനുവദിക്കുന്നതിന് വേണ്ടി നടന്നത് 2018 വീണ്ടും 4 വർഷം കഴിഞ്ഞപ്പോഴാണ്. അതായത് ഒരു പ്രോജക്റ്റിലേക്ക് തന്നെ വീണ്ടും ഇങ്ങനെ ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായ പരിമിതികളുണ്ട്. പക്ഷേ വാസ്തവത്തിൽ അവരൊരു പൈലറ്റ് പദ്ധതിയായി ഈ 2015 ഉദ്ഘാടനത്തോടു കൂടിയുള്ള വലിയ ജനപങ്കാളിത്തവും ജനങ്ങളുടെ വലിയ സന്തോഷം ഇതിൻ്റെ എല്ലാം താല്പര്യപ്രകാരം കോട്ടയം ജില്ല ഭൂഗർഭ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പൈലറ്റ് പദ്ധതിയായി കൊണ്ടാട് വാർഡിലെ ഈ മുക്കാനെല്ലി കുടിവെള്ള പദ്ധതി മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2018 വീണ്ടും ഒരു 20 ലക്ഷം രൂപയുടെ ഫണ്ടും കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പദ്ധതി വിപുലപ്പെടുത്തുന്നത്. അങ്ങനെ എല്ലാ കുടുംബങ്ങളിലേക്കും ഇതെത്തി സുഗമമായി ഇത് വർക്ക് ചെയ്ത് പോകുമ്പോഴാണ് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. 2022 കൂടിയിട്ട് നമ്മളുടെ ഈ മേഖലകളിലെല്ലാം
ഉള്ള കുടിവെള്ള മേഖലകളിലെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ഒരു കാലിത്തൊഴുത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഈ വെള്ളം വീടുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അസഹ്യമായ മണമാണ്. ഞങ്ങളിത് ഭയങ്കരമായ ടെസ്റ്റുകളെല്ലാം നടത്തി നോക്കി ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് വാസ്തവത്തിൽ ഇതിൻ്റെ അകത്ത് കോളിഫോം ബാക്ടീരിയ അനിയന്ത്രിതമായ അളവിൽ ഇത് ജലത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഈ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ജലത്തിൽ. അപ്പോഴാണ് അറിയുന്ന സമീപത്തുണ്ടായ ഒരു കാലിത്തൊഴുത്തിൻ്റെ നിർമ്മാണത്തിൽ നിന്ന് അവിടെ ഉണ്ട് കുളം താഴെയും ജലലഭ്യത നമുക്ക് ഉറപ്പാക്കുന്ന കുളം താഴെയും ഈ ക്യാറ്റിൽ ഷെഡ് അതിൻ്റെ മുകളിലുമാണ്. അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഈ ജലമാണ് ഇതിനെ മലിനമാക്കുന്നത്. വീണ്ടും ഇതിനൊരു പരിഹാര മാർഗം കണ്ടെത്തുന്നത് ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, ജനങ്ങൾക്ക് കുടിവെള്ള ലഭ്യത പ്രശ്നമായി. അവസാനം ഗവൺമെൻറ്റിനെ സമീപിക്കുകയും ഇപ്പോഴത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ സാറിനെ സമീപിക്കുകയും അദ്ദേഹം 20 ലക്ഷം രൂപയുടെ വിപുലമായ ഒരു പ്രോജക്റ്റ്, അതായത് നമ്മൾക്ക് മിനറൽ ജലശുദ്ധീകരണ പ്ലാന്റ് നമ്മുടെ കടകളിലൊക്കെ ലഭിക്കുന്നത് പോലുള്ള മിനറൽ വാട്ടറിൻ്റെ വേണ്ടി ഈ കുളത്തിലെ വെള്ളം ടാങ്കിൽ 50,000 ലിറ്ററുള്ള ടാങ്കിലേക്ക് ആദ്യം ചെയ്തിട്ട് അവിടെ നിന്ന് ശുദ്ധീകരിച്ച് 20,000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിലേക്ക് മാറ്റി മിനറൽ വാട്ടർ സപ്ലൈ ആണ് ഇപ്പോൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇതിങ്ങനെ ഞാൻ പറഞ്ഞു വരാൻ കാരണം ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം പ്രോജക്റ്റുകളിൽ ഉണ്ടാകുന്ന ഈ വൈതരണികളെ പ്രതിസന്ധികളെയൊക്കെ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. പഞ്ചായത്തിൻ്റെ പരിമിതമായ ഫണ്ടുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഈ പ്രോജക്റ്റിന് ഞാൻ പറഞ്ഞ ഈ മുക്കാൽനെല്ലി കുടിവെള്ള പദ്ധതിയുടെ പ്രോജക്റ്റിന് തന്നെ ഇപ്പോൾ ഏതാണ്ട് 1 കോടി അടുത്തോ 1 കോടിക്ക് മുകളിലോ ആയി വിവിധ ഘട്ടങ്ങളിലായ ഫണ്ടുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റുകൾക്ക് ഇത്തരം ഫണ്ടുകൾ നമ്മൾ കണ്ടെത്തുന്നതിനും അക്ഷീണം അതിനുവേണ്ടി പ്രയത്നിക്കുകയും വിവിധ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ പ്രോജക്റ്റുകളെ നിരന്തരമായി നിരീക്ഷിക്കുകയും അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു വാർഡിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളയാളായിട്ട് മാറി അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. കാരണം അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് സാധാരണ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് ജനപ്രതിനിധിയിൽ നിന്നും ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നയാളാണ്. അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് ഏറ്റവും ആദ്യമായി പരിഹാരം കണ്ടെത്താനാണ് അവരെ സമീപിക്കുന്ന ആളും ഈ പാവം ജനപ്രതിനിധിയാണ്. ഇദ്ദേഹത്തിൻ്റെ അതിതീക്ഷ്ണമായ പ്രവർത്തനവും ഈ ഒരു പ്രതിബദ്ധതയോടുകൂടിയുള്ള ഈ സമീപനവും കൊണ്ട് മാത്രമേ നമുക്കൊരു പഞ്ചായത്തിലെ ഒരു വാർഡിനെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും കൊണ്ടാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഈ മത്സരിക്കുന്ന ജനപ്രതിനിധികളോടുള്ള ഒരു സന്ദേശം എന്ന രീതിയിൽ പറയുകയാണ്, നമ്മൾ കൊടുക്കുന്ന ഈ വാഗ്ദാനങ്ങൾ വികസനത്തിന് നമ്മുടെ നാടിന് വേണ്ടി കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊന്നും പഞ്ചായത്തിൻ്റെ നിന്ന് ലഭിക്കുന്ന ഫണ്ട് കൊണ്ട് ഒരിക്കലും നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതിന് വിവിധ ഗവൺമെൻറ്റുകളിൽ വിവിധ ഏജൻസികളിൽ നിന്ന് അത് നമ്മൾ സെർച്ച് ചെയ്യണം, പരിശ്രമിക്കണം. അതിൻ്റെ പുറകെ പോയി നിരന്തരമായ അലച്ചിൽ കൊണ്ട് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അതിന് ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നുള്ള നമ്മളുടെ സമീപനങ്ങളുണ്ടാവണം, അവരെ ചേർത്ത് നിർത്തണം, അവരുമായി നിരന്തരമായി ബന്ധപ്പെടണം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഇതിനെ വർഷങ്ങളോളം ചിലപ്പോൾ ഓരോ പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ അശ്രാന്തമായി അക്ഷീണമായി പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഞാൻ പറഞ്ഞ ഈ പദ്ധതിക്ക് വേണ്ടി നിരന്തരമായി ഞങ്ങൾ അലയുകയായിരുന്നു. നിരന്തരമായി ഒരു ഘട്ടത്തിൽ പദ്ധതിക്ക് ഫണ്ട് കിട്ടുകയില്ല എന്നറിയുമ്പോൾ നമ്മൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോരോ ബഡ്ജറ്റ് വിഹിതം കൊടുക്കും. ആ ബഡ്ജറ്റ് വിഹിതത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചിലപ്പോൾ അത് പൂർണ്ണമായിട്ടും ചെലവഴിക്കപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ ആ ഒരു വർഷത്തെ നമ്മൾ ബഡ്ജറ്റ് സെക്ഷനിൽ സെക്രട്ടേറിയറ്റിലെ ബഡ്ജറ്റ് സെക്ഷനിൽ കണ്ടെത്തി അവിടെ ചെന്ന് അവിടെ നിന്ന് സന്ദർശകർക്ക് പ്രവേശനമില്ല, അതൊക്കെ നമ്മൾ പ്രാസൊക്കെ മേടിച്ച് അവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മിച്ച ഫണ്ടുണ്ടോ എന്നുവരെയൊക്കെ അന്വേഷിച്ച് നിരന്തരമായ പരിശ്രമം ഇത്തരം പ്രോജക്റ്റുകൾക്ക് ഒരു ജനപ്രതിനിധികൾ നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ നാടിനോട് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളോടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് പൂർണ്ണമായി അവരെ ആ വികസനത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ ഫണ്ടുകൾ കൊണ്ട് അതൊന്നും സാധ്യമാവുകയില്ല. ഈ പുതിയ മത്സരത്തിലേക്ക് വരുന്ന ജനപ്രതിനിധികളൊക്കെ ഉണ്ടാവും, പുതുതായിട്ട് ആദ്യമായി മത്സരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരാദ്യം വരുമ്പോൾ മനസ്സിൽ വലിയ സ്വപ്നങ്ങളാണ്, ഞാൻ ജയിച്ചു കഴിയുമ്പോൾ എൻ്റെ നാടിന് ഇന്നൊക്കെ കൊണ്ടു കൊടുക്കാൻ സാധിക്കും, ഇങ്ങനെ വികസന പദ്ധതികളൊക്കെ കൊണ്ടു കൊടുക്കാൻ സാധിക്കും. പക്ഷേ ആ വികസന സ്വപ്നങ്ങളൊക്കെ നമ്മൾ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർത്താണ്, ജനപ്രതിനിധികളുടെ പഞ്ചായത്തിൻ്റെ ഒരു സാധാ ജനപ്രതിനിധിയുടെ ഫണ്ടിൻ്റെ ലഭ്യത എന്ന് പറയുന്നത്
വളരെ പരിമിതമായ ഫണ്ടിൻ്റെ ലഭ്യതയാണ്. നമ്മൾ കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റുകളൊന്നും തന്നെ നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ടോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് കൊണ്ടോ നമുക്ക് സാധ്യമാകണമെന്നില്ല എന്നൊരു കാര്യം നമ്മൾക്കൊരു സന്ദേശമെന്ന നിലയിൽ ഞാൻ പുതുതായി ഈ മത്സര രംഗത്തേക്ക് വരുന്ന നവാഗതരായിട്ടുള്ള ധാരാളം ചെറുപ്പക്കാർ ഇപ്പം മത്സരിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ പ്രചരണ രംഗത്താണ്. ആ നവാഗതരോടുള്ള എൻ്റെ എളിയ ഒരു സന്ദേശമായാണ് ഇത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. എൻ്റെ പേര് ടൈറ്റസ് മാത്യു. കോട്ടയം ജില്ലയിലെ രാമപുരം ഗ്രാമപഞ്ചായത്തിലെ 2015 മുതൽ 2020 വരെ കൊണ്ടാട് വാർഡിനെ പ്രതിനിധീകരിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്.